ഹായ് ഓൾ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. പെരുന്നാളൊക്കെ വരികയല്ലേ, അപ്പം ഒരുപാട് ജോലി തിരക്കുകൾക്ക് ഇടയിലും ഈസി ആയിട്ട് എങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സാധാരണ ചില ആൾക്കാർക്ക് മസാല കൂട്ടിയുള്ള ചിക്കൻ ബിരിയാണി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മസാല കുറച്ചായിരിക്കും ഇഷ്ടം. പക്ഷേ എനിക്ക് വന്നിട്ട് മസാല കുറച്ചുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം. പക്ഷേ ഇവിടെ ഇക്കാക്ക് ഒരു നല്ല മസാല ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മസാല ഉള്ള ചിക്കൻ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ടൊന്ന് പോവാം. ഞാനൊരു 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ടേ. കുക്കർ അടുപ്പി വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചൂടായ ഓയിലിലോട്ട് നമുക്ക് ഈ സവാള ഒക്കെ എടുക്കാം. ഞാൻ വന്ന ക്ലാസിക്കിൻ്റെ ഈ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു പാത്രം അരിയാണ് എടുക്കുന്നത്. ഇതിൽ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു തക്കാളി അരിഞ്ഞതാണ്, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് പെരിഞ്ചീരകപ്പൊടി, ഒരൽപ്പം മല്ലിപ്പൊടി, മുളക് പൊടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിലോട്ട് നമുക്ക് ക്ലീൻ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. പിന്നെ മസാല ഇട്ടിടാം. പട്ട, ഗ്രാമ്പ്, തക്കോല ഇട്ട് കൊടുക്കാം. ഞാനൊരൽപ്പം ചിക്കൻ ക്യൂബും കൂടെ ഇടുന്നുണ്ട്. ഒരൽപ്പം നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് തൈരിട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അല്പം രമ്പല ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഇതടച്ച് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ടേ. ഈ ഒരു ചിക്കൻ്റെ പീസുകളെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. ആ ചിക്കൻ്റെ ഒരു ഗ്രേവി നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിൽ 2 പാത്രം വെള്ളമാണ് വേണ്ടത് നമുക്ക്. ഇതിലൊരു പാത്രം നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം കൂടി വേണം നമുക്ക്. അളന്നെടുത്ത് നമ്മൾ ഈ ഗ്രേവി ഈ ഒരു പാത്രത്തിലോട്ട് തന്നെ ഒഴിക്കുകയാണ്. കാരണം ഇനി ഒരു പാത്രം വെള്ളമാണ് വേണ്ടത്. വെള്ളത്തിൻ്റെ പകരം മാത്രമാണ് ഈ ഒരു ഗ്രേവി നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു പാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക, നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു ലീഫും ഇട്ട് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ അരിക്കുള്ള ആ ഒരു ഗ്രേവിയും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് അരി അതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം. പിന്നെ നമ്മുടെ ആ ഒരു ചിക്കനില്ലേ, മാറ്റി വെച്ച ചിക്കനും കൂടി ഒന്ന് ഇട്ട് തട്ടി ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആക്കിയിട്ടുണ്ട്. നല്ല മസാല ഇട്ടിരിക്കുന്ന ചിക്കൻ ബിരിയാണി, വളരെ ടേസ്റ്റി ആയിട്ടുള്ള. സാധാരണ ഈ ചിക്കൻ ബിരിയാണിയൊക്കെ ഞാനിങ്ങനെ ഈ മസാല ഇട്ട് കഴിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി കുറച്ച് നമുക്ക് ഗാർണിഷും കൂടെ ചെയ്യാൻ, അതായത് നെയ്യൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം.